ഫ്ലാഷ് ബാക്ക്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥർ, പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിന്റെ ഉൾപ്പെടെ നേതൃത്വത്തിലുള്ള സ്റ്റേറ്റ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ, ഞാൻ ഉൾപ്പെടെ ഞങ്ങൾ എല്ലാവരും ഒരു ടീമായി സഞ്ചരിച്ചുകൊണ്ട് പരിശോധിക്കുന്നുണ്ട്. വെറുതെ കിടന്ന് ഉരുളാദാശനെ ഒരു കള്ളൻ കുറെ നുണ പറയാനും നീയൊക്കെ ഇത് കേട്ട് വായും പൊളിച്ച് നിൽക്കാൻ. അപ്പൊ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഫീൽഡിൽ കൂടി പോകണം. ഞങ്ങൾ ഫീൽഡിൽ സ്ഥിരമായിട്ട് പോകുന്നുണ്ട്. അത്രയും വേണോ? വേണം, കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. ഒരു 2-3 റൗണ്ട് പോയി കഴിഞ്ഞു. യോഗങ്ങൾ, 100 കണക്കിന് യോഗങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളത്. ഓഹോ, കഥ അവൻ അങ്ങനെ ആക്കിയല്ലേ? ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ തന്നെ പറഞ്ഞല്ലോ, ഇങ്ങനെ ഒരു സ്റ്റേറ്റിലും ഒരു സ്റ്റേറ്റ് ഗവൺമെന്റും ഇങ്ങനെ ഞങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ഇങ്ങനെ കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. വേറെ ചില സ്റ്റേറ്റിൽ ഒച്ചിന്റെ വേഗത്തിലാണെങ്കിൽ NH66 കേരളത്തിൽ അതിവേഗം നടക്കും. നമുക്കൊരു മാസം 4% ഇൻക്രീസ് വരുത്താൻ ചിലയിടങ്ങളിൽ പറ്റുന്നുണ്ട്. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നുണേ പറയൂ. A few moments later. മലപ്പുറം തിരൂരങ്ങാടി കൂരിയാട് ദേശീയപാത ഇടിഞ്ഞ് തകർന്ന് ആശങ്കപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് ഇന്ന് നമ്മൾ കണ്ടത്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, പക്ഷെ അങ്ങനെ വന്നല്ലോ. തകർന്ന റോഡിൽ നാട്ടുകാരുടെ വലിയ പ്രതിഷേധവും ഇന്ന് കണ്ടു. വേറെ ചില സ്റ്റേറ്റിൽ ഒച്ചിന്റെ വേഗത്തിലാണെങ്കിൽ NH66 കേരളത്തിൽ അതിവേഗം നടക്കും. നമുക്കൊരു മാസം 4% ഇൻക്രീസ് വരുത്താൻ ചിലയിടങ്ങളിൽ പറ്റുന്നുണ്ട്. ഞാനൊരു നഗ്നസത്യം പറയട്ടെ, എനിക്കൊന്നും ഓർമ്മയില്ലാട്ടാ. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? ഇന്നലെ വലിയ പ്രതിഷേധം നമ്മൾ അവിടെ കണ്ടു. ഇപ്പൊ ഈ മണ്ണപ്പൻ ചുട്ട് കളിക്കുക എന്നൊക്കെ പറയില്ലേ നമ്മൾ കുട്ടിക്കാലത്ത്, അതുപോലെ ഒരു ദേശീയപാത പണിത് വെക്കുവോ? ഒരു കയ്യബദ്ധം നാറ്റുകരുത്. 4ാം വാർഷികത്തിൽ സർക്കാർ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് നാഷണൽ ഹൈവേ കൊണ്ടുവന്നുള്ളതാണ്. 4ാം വാർഷികത്തിന്റെ തൊട്ട് തലേന്ന് നാഷണൽ ഹൈവേ മലപ്പുറം ജില്ലയിലെ കൂരിയാടി ഇടിഞ്ഞു വീണു. എന്നെ നാണം കെടുത്തരുത്, ഇവർക്കൊക്കെ എന്നെ വലിയ ബഹുമാനമാണ്. കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. ഇപ്പൊ ഫ്ലെക്സ് വെച്ചിരിക്കുന്ന ആരുമില്ല ഇതിന്റെ ഉത്തരവാദിത്തമൊക്കെ. പാച്ചേട്ടാ, അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. അല്ലാതെ മുഖ്യമന്ത്രിയുടെ ഫ്ലെക്സ് ഈ ഹൈവേ പണിതു എന്നതിന്റെ പേരിൽ രാജ്യം മുഴുവൻ ആഘോഷിക്കുകയും സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്തമില്ല. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാനാക്കണ, ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. ഷാജിയേട്ടാ, നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.